മഹേഷ് നാരായണൻ മമ്മൂട്ടി ടീമിന്റെ പാട്രിയോട്ട് ഉണ്ട്. അങ്കമാലി മൈ സിനിമാസിലാണ് പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീം ബേസ് ചെയ്ത് പോകുന്ന, ക്യാരക്ടർ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സിനിമ കാണാനാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. കാരണം ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബോളിവുഡ് സിനിമ പോലെയാണ്. ആവശ്യമില്ലാത്ത മ്യൂസിക്, പാട്ട്, മാസ് ഒന്നുമില്ല. അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിൽ, അമിത പ്രതീക്ഷയിൽ ഈ ചിത്രത്തിനെ സമീപിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഗവൺമെന്റ് സാധാരണക്കാരന് വേണ്ടി തരുന്ന പല സ്കീമുകളിലും പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയാത്ത പല സ്കീമുകൾ. ഇത്തരത്തിലുള്ള ഒരു സ്കീമിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയാൻ പറഞ്ഞതല്ല, പക്ഷെ ഗവൺമെന്റും പല പ്രൈവറ്റ് കമ്പനികളും ചേർന്ന് നടത്തുന്ന പല സ്കീമുകളിലും ഉള്ള ചില കള്ളത്തരങ്ങളെ കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. സോ ആ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ചിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. പിന്നെ ഈ ചിത്രത്തിന്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറോളം ഉണ്ട്. അപ്പൊ 3 മണിക്കൂറോളം ഇങ്ങനത്തെ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിനെ പ്രേക്ഷകൻ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പേഴ്സണലി ഡൗട്ട് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഈ ചിത്രം വർക്കായി. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇത് കോമൺ ഓഡിയൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി മമ്മൂട്ടി മോഹൻലാൽ, മലയാളത്തിലെ താരരാജകന്മാരെ ഒന്നിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ഭീകര സംഭവങ്ങളൊന്നും ഇതിലില്ല. മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിന്റെ ആണെങ്കിലും കുഞ്ചാക്കോ ബോബന്റെ ആണെങ്കിലും ഫഹദിന്റെ ആണെങ്കിലും ഒക്കെ നല്ല ക്യാരക്ടറുകളാണ്. ക്യാരക്ടറുകളെ മാത്രം കാണാൻ മാത്രമേ നമുക്ക് ഈ സിനിമ കൊണ്ട് പറ്റുള്ളൂ. അവരുടെ ഹീറോയിസം കാണാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിരാശപ്പെടും. ക്യാരക്ടറുകൾ, അവർ ചെയ്യുന്ന നല്ല ക്യാരക്ടറുകൾ കാണാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. പിന്നെ ഈ ചിത്രത്തിൽ സെറിൻ എന്ന് പറയുന്ന ആക്ട്രസ്, സെറിൻ ഷിഹാബ്, എനിക്ക് തോന്നുന്നു ആട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ നയിക്കണം. ആ പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ല റോൾ കിട്ടിയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയ്ക്ക് ചില സ്ക്രീൻ ടൈം കുറവാണ്, ബട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സുഷിൻ ഷ്യാമിന്റെ BGM അങ്ങനെ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. ഇത്തരം സിനിമകളിലൊക്കെ BGMന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആസ് ഓഫ് മഹേഷ് നാരായണന്റെ സിനിമകളുടെ ഒരു പാറ്റേൺ അറിയാലോ, ആ പാറ്റേൺ അതേപോലെ തന്നെ പാട്രിയേറ്റും ഫോളോ ചെയ്തിട്ടുണ്ട്. മാസിനേക്കാൾ ക്ലാസിന് ഇമ്പോർട്ടൻസ് ഉള്ള പാട്രിയേറ്റ്. സൂപ്പർ സർ, സൂപ്പർ സർ. പക്ഷെ പടം പൊട്ടും.